ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചെറിയ മത്തി പീര വെക്കാം കേട്ടോ. ആദ്യം നമുക്ക് തേങ്ങ ഇടാം. ഒരു തേങ്ങയുടെ പകുതിയാണിത്. നമ്മൾ പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞ്, എനിക്കിങ്ങനെ അരിയുന്ന ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയുക. പിന്നെ വെളുത്തുള്ളി ചതച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ സവോള, ഞാൻ ചെറിയ സവോളയാണ് എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇഞ്ചി ഞാൻ കുനുകുന് ചതച്ചില്ല, ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞേക്കുവാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കണേ. പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ലതായിട്ട് എരിവ് വേണം, അതുകൊണ്ടാണ് നല്ല എരിവുള്ള മുളക്. പിന്നെ മഞ്ഞൾ പൊടി ആവശ്യത്തിന്. വാളംപുളിയാണ്, ഞാൻ നേരത്തെ ഉപ്പും വാളംപുളിയും കൂടെ കുതിർത്ത് വെച്ചിരുന്നതാണ്, അതും ഇതിനകത്തോട്ട് ഒഴിക്കുക. ഉപ്പ് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി. കറിവേപ്പില തീർന്നു പോയായിരുന്നു, ശകലം കിട്ടിയത് എടുത്തതാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. കൈ കൊണ്ട് നല്ല ടേസ്റ്റാണ് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കുമ്പോൾ കേട്ടോ. ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ചെറിയ മത്തി ഇങ്ങനെ പീര വെക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ യോജിപ്പിച്ച് വെക്കണേ. ലാസ്റ്റ് വെള്ളവും കൂടെ ഒഴിക്കുക. വെള്ളം കൂടെ ഒഴിച്ച് ഇത് നമ്മൾ വെള്ളം ഒക്കെ ഒഴിച്ച് വെച്ചു കേട്ടോ. ഇനി ലാസ്റ്റ് പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വറുത്ത് പൊടിച്ച് കുറച്ച് ഉലുവാപ്പൊടി ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഇടണം കേട്ടോ. വറുത്ത് പൊടിച്ച് ഇടണേ, നല്ല ടേസ്റ്റാണ്. ആ മണമൊക്കെ വരുമ്പോഴത്തേനും നല്ല ഇതാണ്. ഗൈസ്, നമ്മൾ സ്റ്റൗ കത്തിച്ചു, നമ്മുടെ മത്തിപ്പീര ഇതിലോട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് കാണിക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. നമ്മുടെ മത്തി അങ്ങനെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ, ശകലം കൂടെ ആവട്ടെ. അങ്ങനെ നമ്മുടെ മത്തിപ്പീര ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ലാസ്റ്റ് നമുക്കിതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട്, കറിവേപ്പില ഇല്ല കേട്ടോ, ഇട്ട് അടച്ചു വെക്കാം നമുക്ക് കേട്ടോ. ലാസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ റെഡിയായി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഏതായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഓക്കെ, ബൈ.